ഇപ്പം നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം എഴുതാൻ പറ്റും. ഹായ്, നമ്മുടെ RRB NTPC എക്സാംസിന് നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. നമ്മുടെ RRBയുടെ കലണ്ടർ അനുസരിച്ച് നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റോടോ ഒക്ടോബറോടോ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് റിലീസ് ആവും. നമ്മുടെ RRB NTPC ഗ്രാജുവേറ്റ് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് നമ്മുടെ ഈ 2025-2026 അതിന്റെ നമ്മുടെ ലാസ്റ്റ് ഇയർ വിളിച്ച എക്സാംസ് ഒക്കെ ഇപ്പോൾ നമ്മുടെ ജൂണിലൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആൻഡ് നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ മന്ത്സിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരുപാട് പോസ്റ്റുകളും വരുന്നുണ്ട്, ഗ്രാജുവേറ്റിലും അണ്ടർ ഗ്രാജുവേറ്റിലും. അല്ല, ഗ്രാജുവേറ്റിൽ വരുന്ന പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, ഓരോ പോസ്റ്റും എന്താണ്, അതിന്റെ സാലറീസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് തന്നെ അതിന് വേണ്ടിയുള്ള വീഡിയോസ് ഒക്കെ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ തന്നെ ചാനലുണ്ട്, നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് അത് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ അത് കണ്ടു നോക്കുക. ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ജോലിനെ കുറിച്ചും ആ പോസ്റ്റുകളെ കുറിച്ചൊക്കെ നല്ലപോലെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം പിന്നെ ഒരുപാട് പേര് അണ്ടർ ഗ്രാജുവേറ്റ്, നമ്മുടെ +2 മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോലും എഴുതാൻ പറ്റുന്നതാണ് RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പോസ്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാജുവേറ്റിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്ത സമയത്ത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം അണ്ടർ ഗ്രാജുവേറ്റിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളെ കുറിച്ചാണ് നമ്മളിപ്പം ഈ വരുന്ന സെഷൻസിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുമ്പ് ഓൾറെഡി നമ്മൾ ഒരു പോസ്റ്റിനെ കുറിച്ച് നോക്കി. നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് അടുത്തൊരു പോസ്റ്റിനെ കുറിച്ചാണ്. നമ്മുടെ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് +2 മാത്രം ക്വാളിഫിക്കേഷൻ അണ്ടറിൽ വരുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ഏറ്റവും നല്ല പോസ്റ്റിനെ കുറിച്ച്. നമുക്കിപ്പം ഗ്രാജുവേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ വരുന്ന ഏറ്റവും നല്ല പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ, അണ്ടർ ഗ്രാജുവേറ്റ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ വരുന്ന ഏറ്റവും നല്ല പോസ്റ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന്റെ ഈ ഒരു പോസ്റ്റ് ആണ് ഏറ്റവും നല്ല പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു പോസ്റ്റ് ആണ് നമുക്ക് ഉള്ളതിൽ ഈ ഒരു സെഷൻ എന്താ പറയുക, നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടറിൽ വരുന്നതിൽ ഏറ്റവും നല്ല പോസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ. 4 പോസ്റ്റുകളാണ് ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് നമുക്കുള്ളത്. നേരത്തെ ഇതിനെ കൂടുതലുണ്ടായിരുന്നു, ചില പോസ്റ്റുകൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ഈ 4 പോസ്റ്റിൽ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് അവിടുന്ന് ആ വീഡിയോസ് കണ്ടു നോക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ 4 പോസ്റ്റുകളിലെയും ഏറ്റവും നല്ല പോസ്റ്റായ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എന്താണ് ആ പോസ്റ്റ്, എന്താണ് ജോബ് പ്രൊഫൈൽ എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പേ സ്കെയിൽ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ലെവൽ 2 ആൻഡ് ലെവൽ 3 പോസ്റ്റുകളാണ് നമ്മുടെ ഈ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടറിൽ വരുന്നത്. അതിൽ ലെവൽ 3യിൽ വരുന്ന ഒരേ ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ആണ്. ഇനി ഇതിന്റെ ഇനിഷ്യൽ പേ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിന്റെ ഇനിഷ്യൽ പേ ആണ് ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളവരെ എല്ലാത്തിനും ഇനിഷ്യൽ പേനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ 21,700 ആണ് ഇതിന്റെ ഇനീഷ്യൽ ബേസിക് പേ എന്ന് പറയുന്നത്. ഒരിക്കലും ഇതല്ല ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത്, ഇത് ബേസിക് പേ മാത്രമാണ്. ഇതിന്റെ കൂടെ ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ ചേരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത് തന്നെ 50% ആണ്. ഇനി ഫ്യൂച്ചറിൽ 8th പേ കമ്മീഷൻ വരുമ്പോൾ നമുക്ക് ഈ സാലറിയിലൊക്കെ റിവിഷൻ വരും, പുതിയ സാലറി സ്കെയിൽ വരും. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് ആംഗിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഡിയറൻസ് അലവൻസ് തന്നെ 50%. അപ്പം അങ്ങനെ ആ 21,700ന്റെ ഒരു 50% എടുത്താൽ പോലും നിങ്ങൾക്കറിയാം ഏകദേശം 1,500 1,750 ആ ഒരു റേഞ്ചിലേക്ക് വരും അത്. അപ്പൊ ആ ഒരു നമുക്ക് 11,500 ആ റേഞ്ചിലേക്ക് അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10,000 സംതിങ് റേഞ്ചിലേക്ക് നമുക്ക് വരും. 11,000 എന്ന് പിടിച്ചു, നമുക്ക് റഫായിട്ട് 11,000 പിടിക്കാം. കാരണം ഇതിൻ്റെ ഒരു 11,000 കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കത് 32,700 ഓൾമോസ്റ്റ് 33,000 അടുപ്പിച്ച് വരും. പിന്നെ ഇത് കൂടാതെ ബാക്കിയുള്ള ചെറിയ അലവൻസുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ആവും. അപ്പോൾ ഓവറോൾ നമ്മുടെ ഒരു സാലറി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഒരു 35,000 to 45,000 ലൊക്കേഷനും ബാക്കിയുള്ള ഡ്യൂട്ടി ഹവേഴ്സും ഷിഫ്റ്റും, ബിക്കോസ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ എക്സ്ട്രാ സാലറി വരും. അപ്പോൾ അങ്ങനെയുള്ള കോമ്പൻസേഷൻസ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു അറൗണ്ട് ഒരു 38,000 to 45,000 ഇടയ്ക്ക് ഇതിന്റെ ഒരു സാലറി വരും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു പോസ്റ്റിന്റെ സാലറി ഒരു 35,000 പ്ലസ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ഒരു സാലറി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് B2 സ്റ്റാൻഡേർഡ്സ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. അണ്ടർ ഗ്രാജുവേറ്റിന്റെ എല്ലാ പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. ആൻഡ് ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ 33 വയസ്സ് വരെയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇതിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ഈ വർഷം തൊട്ട് അത് ചേഞ്ച് ആവുകയാണ്. ഈ വർഷം തൊട്ടല്ല ആക്ച്വലി ചേഞ്ച് ആവുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് കുറച്ച് നാൾക്ക് ശേഷം വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈ ഒരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു
കോവിഡ് കാരണം വന്നിട്ടുള്ള ഒരു 3 ഇയർ റിലാക്സേഷൻ എല്ലാവർക്കും ഇൻക്ലൂഡിംഗ് ജനറൽ കാറ്റഗറിക്ക് അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അറിഞ്ഞിരിക്കുക, ഈ വർഷം തൊട്ട് കഴിഞ്ഞ വർഷം 33 ഇയേഴ്സ് ആയിരുന്നു, ഈ വർഷം ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. ഈ വർഷം അണ്ടർ ഗ്രാജുവേറ്റിന് 30 ആയിരിക്കും, ഗ്രാജുവേറ്റിന് കഴിഞ്ഞ വർഷം 36 ആയിരുന്നെങ്കിൽ ഈ വട്ടം ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് 33 ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഈ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെഷൻ നമ്മൾ നോക്കുന്നത് ഈ ഒരു പോസ്റ്റിന്റെ ജോബ് പ്രൊഫൈൽ എന്താ എന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ പോസ്റ്റിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. നമുക്ക് ഒന്ന് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന്റെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇഷ്യൂ ഓഫ് റിസർവ്ഡ് അൺറിസർവ്ഡ് ടിക്കറ്റ്സ് ടു ദി പാസഞ്ചേഴ്സ് എന്നുള്ളതാണ് ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ വേറെയും പാരലായിട്ട് ഒരുപാട് ഡ്യൂട്ടീസ് വരും. ലൈക്ക് ഇപ്പോൾ റിസർവേഷൻ ഡ്യൂട്ടീസ് കാണും, ലൈക്ക് ഹാൻഡ്ലിംഗ് ടിക്കറ്റ് റിസർവേഷൻസ്, ക്യാൻസലേഷൻസ്, റീഫണ്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ കൊമേഴ്ഷ്യൽ വർക്കുകൾ കാണും. കൊമേഴ്ഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ ഫെയർ കളക്ട് ചെയ്യുക, അതുപോലെ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ഫ്ലൈറ്റ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷന്, അതുപോലെ തന്നെ നമ്മുടെ എക്സസ് ബാഗേജിന്റെ ചാർജുകൾ, അതുപോലെ മെയിൻറ്റെയിനിങ് ഡെയിലി ക്യാഷ് റെക്കോർഡ്സ്, ഡെയിലി വരുന്ന ആ ഒരു ടിക്കറ്റിന്റെ ആയാലും ശരി, അല്ലാതെ വരുന്ന ലഗേജുകളുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെയൊക്കെ ക്യാഷ് റെക്കോർഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ കസ്റ്റമറായിട്ട് ഇന്ററാക്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഒരു കസ്റ്റമറായിട്ടുള്ള ഇന്ററാക്ഷൻ ഉറപ്പായിട്ടും വരും. അപ്പം പാസഞ്ചേഴ്സിനെ ഗൈഡ് ചെയ്യുക, സോൾവിങ് ടിക്കറ്റ് റിലേറ്റഡ് ക്വയറീസ് സോൾവ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊവൈഡിങ് ഫെയർ ടൈം ടേബിൾ എക്സെട്ര. അപ്പോൾ ഈ പറഞ്ഞ ഒരു പാസഞ്ചർ വന്ന് ചോദിക്കുവാണ് ഈ ഒരു ട്രെയിനിന്റെ സമയം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ടിക്കറ്റിന്റെ ചാർജുകൾ, അതുപോലെ അതിന്റെ സമയം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കുക. പിന്നെ സാധാരണ നമ്മുടെ ടൈപ്പിംഗ് ആൻഡ് ക്ലർക്കൽ ഡ്യൂട്ടീസ് ഒക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. ബേസിക് റെക്കോർഡ് കീപ്പ് ചെയ്യുക, കമ്പ്യൂട്ടർ ബേസ്ഡ് ടിക്കറ്റ് സിസ്റ്റംസ് ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. പിന്നെ നമുക്കവിടെ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് വരും. ബിക്കോസ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞാണ്, മേ ഇൻവോൾവ്സ് വർക്കിംഗ് അറ്റ് കമ്പ്യൂട്ടർ, വർക്കിംഗ് അറ്റ് കൗണ്ടേഴ്സ് ഇൻക്ലൂഡിംഗ് നൈറ്റ് ഷിഫ്റ്റുകൾ. നമ്മൾ നേരത്തെ എടുത്ത് പറഞ്ഞ കാര്യം, നൈറ്റ് ഷിഫ്റ്റുകൾ എസ്പെഷ്യലി അറ്റ് ബിസി സ്റ്റേഷൻസ്, നൈറ്റ് ഷിഫ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിയുള്ള പാരലൽ ഡ്യൂട്ടീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും. സോ ഒരു ബേസിക് ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന്റെ ഇതാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ കാണാൻ വരിക ടിക്കറ്റ് ഇഷ്യൂയിങ് എന്ന് പറയുമ്പോൾ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഗ്രോത്ത് ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫ്യൂച്ചറും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ഇതിന്റെ ജോബ് പ്രൊഫൈലിന്റെ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം ഒരു ക്ലർക്കൽ വർക്ക് ആയതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ബേസിസിലായിരിക്കും. അപ്പോൾ അത് ഒരു എന്താ പറയുക, നമ്മൾ യൂഷ്വലി നമ്മൾ പറയുന്ന പോലെ 9 to 5 ഷിഫ്റ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ആംഗിൾ ആയിരിക്കും. പക്ഷേ 9 to 5 ആയിരിക്കത്തില്ല. ആ ഷിഫ്റ്റുകൾ നമുക്കറിയാം റെയിൽവേ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഷിഫ്റ്റുകൾ നമുക്ക് നൈറ്റ് ഷിഫ്റ്റുകൾ വരും, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ. അപ്പം ആ ഒരു ഷിഫ്റ്റ് ബേസിസിലായിരിക്കും അതിന്റെ ഒരു വർക്കൊക്കെ തന്നെ പോകുന്നത്. അതിന്റെ ഒരു ക്ലർക്കൽ ലെവൽ പോസ്റ്റുകളായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഹെവി വർക്ക് ലോഡോ, ഇപ്പം ഒരു ബിസി സ്റ്റേഷനിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ബിസി ആയിരിക്കും. നമ്മുടെ എന്താ പറയുക, ജോബ് ടൈമിൽ നമ്മൾ കുറച്ചുകൂടി ബിസി ആയിരിക്കും എന്നുള്ളത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭയങ്കര ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഹെവി വർക്ക് ലോഡുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. യൂഷ്വലി നമുക്കൊരു ഡെസ്ക് ബേസ്ഡ് ജോബാണ്, ക്ലർക്കൽ ജോബാണ്. സോ നമുക്ക് ആ ഒരു ജോബ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കറക്റ്റായിട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ക്യാഷ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ടിക്കറ്റ്സ് കറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നതിന്റെ കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ ഒരു നമ്മൾ ഏതൊരു ജോലിയിലേക്ക് കയറുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന 2 കാര്യം നിങ്ങൾക്കറിയാം, സാലറിയും ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ലൈക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും. ഈ ഫ്യൂച്ചർ ഗ്രോത്ത് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് വഴിയും അതുപോലെ സീനിയോറിറ്റി ബേസിസിലാണ് അത് വരുന്നത്. അത് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അടുത്ത നമ്മുടെ ഒരു നെക്സ്റ്റ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആയിട്ടായിരിക്കും. പിന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അതുപോലെ തന്നെ ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണത്. ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ, കൊമേഴ്ഷ്യൽ സൂപ്പർവൈസർ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ ഓർ ഹയർ പോസ്റ്റ് ഇൻ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അപ്പം ഈ ഒരു ഗ്രോത്ത് വരുന്നത് നമ്മളിപ്പം ഒരു എന്താ പറയുക, ഒരു ജൂനിയർ പോസ്റ്റിലാണെന്ന് പറയാം. അതിനുശേഷം സീനിയർ പോസ്റ്റിലേക്ക് പോകും, പിന്നെ എൻ്റെ ചീഫ് പോസ്റ്റിലേക്ക് പോകും എന്ന് പറയാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇതേ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും പോസ്റ്റുകളിലേക്ക്, ഹയർ പോസ്റ്റുകളിലായിരിക്കും പിന്നെ നമ്മുടെ പോസ്റ്റും വരുന്നത്. ലൈക്ക് നമുക്ക് അത് ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ ആവാം, കൊമേഴ്ഷ്യൽ സൂപ്പർവൈസർ ആവാം. ഓക്കെ, അതേപോലെ പല ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്ററിന്റെ പോസ്റ്റ് വരെ എത്താൻ പറ്റും. ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളുണ്ട്. സോ നമുക്ക് എഴുതി ആ ഒരു ടെസ്റ്റുകളൊക്കെ എഴുതി ക്ലിയർ ചെയ്ത് നമുക്ക് ഹയർ പോസ്റ്റിലേക്ക് കൂടുതൽ പെട്ടെന്ന് എത്താൻ പറ്റും. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതാൻ പറ്റും. എഴുതാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ബെറ്റർ പോസ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. സോ ഇതൊക്കെ വരുന്നത് ഈ ഒരു പ്രൊമോഷൻസും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു സീനിയോറിറ്റി ബേസിലൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ വരുന്നത്. ഇനി ഫൈനലി നമ്മുടെ സാലറി സ്കെയിലേക്ക് കൂടി വരുവാണെങ്കിൽ, നമ്മുടെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ലെവൽ 3 പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ലെവൽ 3 പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് പേ നമ്മൾ ഓൾറെഡി കണ്ടു, 21,700 പെർ മന്ത് ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലവൻസുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ചേരും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിയറൻസ് അലവൻസ് 50%, അത് ചേരുമ്പോൾ തന്നെ അതിന്റെ സാലറി 30,000 പ്ലസ് പോകും. പിന്നെ ബാക്കിയുള്ള അലവൻസുകൾ കാണാൻ പറ്റും. നമുക്ക് ഹൗസ് റെന്റ്, നമ്മൾ യൂഷ്വലി എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഹൗസ് റെന്റ് അലവൻസുകളുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് റെയിൽവേ ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുകൂടാതെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്
അലവൻസുകൾ, നൈറ്റ് ഡ്യൂട്ടി അലവൻസുകൾ, പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി അലവൻസുകൾ, പിന്നെ അതുപോലെ ഫ്രീ ഡിസ്കൗണ്ടഡ് റെയിൽവേ പാസുകൾ ഫോർ സെൽഫ് ആൻഡ് ഫാമിലി, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. റെയിൽവേയിൽ ഒരുപാട് അലവൻസുകളുണ്ട്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അടക്കമുള്ള അലവൻസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അലവൻസുകളായിരിക്കും. പിന്നെ ഇത് കൂടാതെ നമ്മുടെ സാലറിയിൽ കൂടാതെ പെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ RRB NTPC എക്സാംസിന് 2025-2026 എക്സാമിന്റെ റെയിൽവേയുടെ ആനുവൽ കലണ്ടർ അനുസരിച്ച് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് സെപ്റ്റംബർ ലാസ്റ്റോടോ ഒക്ടോബറോടോ ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു നമുക്ക് ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഇതാണ് നമ്മുടെ റെയിൽവേയുടെ കലണ്ടർ. അപ്പം നമുക്ക് ഓൾറെഡി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെയും ടെക്നീഷ്യന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ളത് അടുത്ത നമ്മുടെ ജൂലൈ ടു സെപ്റ്റംബറിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻസ് വരാൻ വന്നത്. ഈ ജൂലൈ ടു സെപ്റ്റംബർ ടൈമിലാണ് നമ്മുടെ ഇതിന്റെ വേക്കൻസീസ് എന്താ പറയുക ചെക്ക് ചെയ്യുന്നതും അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും അതിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. അതിന് ശേഷം ഈ ഒരു നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എടുത്താൽ ജനുവരി ടു മാർച്ചിലാണ് ഇതിന്റെ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാർച്ച് അവസാനം ഏപ്രിലോടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അതേപോലെ ജൂലൈ ടു സെപ്റ്റംബറിന്റെ ഇടയ്ക്ക് ഈ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് സെപ്റ്റംബർ ലാസ്റ്റോടോ ഒക്ടോബറോടോ നമുക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC ഗ്രാജുവേറ്റ് ലെവൽ 4, 5, 6 പിന്നെ അതിനുശേഷം NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ 2 and 3 നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരും. അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എത്രയും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് പേര് ഇപ്പം ഈ വർഷം പ്രിപ്പയർ ചെയ്തു തുടങ്ങിയവർ കാണും പാസ് ഔട്ട് ആയതിനൊക്കെ ശേഷം. പിന്നെ ഈ ഒരു പോസ്റ്റിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതിന് നമുക്കൊരു ഗ്രാജുവേഷൻ വേണ്ട, +2 ക്വാളിഫിക്കേഷൻ മതി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം എഴുതാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈവൻ കോളേജിന്റെ ഫൈനൽ ഇയറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ പാസ് ഔട്ട് ആയതിനു ശേഷമേ ഈ എക്സാംസ് വരത്തുള്ളൂ. ബിക്കോസ് നമ്മുടെ ലാസ്റ്റ് ഇയർ വിളിച്ച എക്സാംസ് നടന്നത് ഈ ജൂൺ, ജൂലൈ ആ സമയത്താണ് നടന്നത്. അതേപോലെ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ പറഞ്ഞ പോലെ ഈ എക്സാംസ് എഴുതാൻ പറ്റും. അത് കൂടാതെ ഇപ്പൊ കോളേജിന്റെ ഫൈനൽ ഇയറിലൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ ഉടനെ തന്നെ എക്സാംസ് വരും. നിങ്ങൾക്ക് ആ എക്സാംസ് ഉടനെ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല നിങ്ങളുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം നല്ല പോസ്റ്റുകളുടെ ഇതിന്റെയൊക്കെ സീനിയർ പോസ്റ്റുകളുടെ അടക്കം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് ഒരു ബാച്ചിന്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിലും എൻട്രിയിൽ നമുക്ക് ഇതിന്റെ റെയിൽവേക്ക് വേണ്ടിയുള്ള ബാച്ചുകളുണ്ട്. സൂപ്പർ 30 ബാച്ചും അതേപോലെ തന്നെ വേറെ പാരലൽ ആയിട്ടുള്ള ഒരുപാട് ബാച്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചസിന്റെ കൂടെയും ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സസിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞ കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നമുക്ക് അവിടെ നിങ്ങൾ ഈ പഠിക്കുന്ന റെക്കോർഡ് ക്ലാസ്സസിലുള്ള ടോപ്പിക്സിന്റെ തന്നെ ലൈവ് സെഷൻസ് അത് നിങ്ങൾക്ക് ലൈവായിട്ട് പ്രാക്ടീസ് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഇത് കൂടാതെ നിങ്ങൾക്ക് അവിടെ ഫുൾ കംപ്ലീറ്റ് സിലബസ് കവറേജ് വരുന്നുണ്ട്, മെന്റേഴ്സിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്, നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ്, ക്വിസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ ഡിസ്കഷൻ, കോർ ടോപ്പിക്കിന്റെ ഡിസ്കഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ആപ്പിന്റെ അകത്ത് AI സപ്പോർട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ഏരിയസ് ഒക്കെ അനലൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നിങ്ങളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു എന്താ പറയുക ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായാലും ശരി, ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനായാലും ശരി, നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ ഉള്ള ഓഫർ പ്രൈസുകളിലും നിങ്ങൾക്ക് ആ ഒരു ബാച്ചസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ തിങ്ക് ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന വേരിയസ് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പോസ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വരെ എത്തിക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക, മനസ്സിലാക്കുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ടോപ്പിക്സിൻ്റെയും ഒക്കെ നിങ്ങൾ ഇതിന് മുമ്പുള്ള പോസ്റ്റുകളുടെ ഗ്രാജുവേറ്റ് അണ്ടറിൽ വരുന്ന പോസ്റ്റുകളുടെയും വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി ചാനലിൽ ചെന്ന് നിങ്ങൾക്ക് അവിടുന്ന് ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ഇനിയും ഇവിടെ വേറെയും പോസ്റ്റുകളുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ ഫുൾ അപ്ഡേറ്റ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതൊന്നും മിസ്സാവാതിരിക്കാൻ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻസ് അടക്കം നമുക്ക് ഇവിടെ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് പ്രാക്ടീസും ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതുപോലെ തന്നെ റിമൈനിങ് ടോപ്പിക്സും റിമൈനിങ് ആയിട്ടുള്ള പോസ്റ്റുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.